അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മൂകത. കാരണം മറ്റൊന്നുമല്ല, അത് ഫസീലത്ത പിണങ്ങിപ്പോയിരിക്കുന്നു. എത്രയൊക്കെ തന്നെയായാലും ഇക്കയുടെ ഭാര്യയല്ലേ. അത് മാത്രമല്ല, ആ പൊന്നു മോളെ ഇവിടെ വിട്ടിട്ടാണ് പോയിട്ടുള്ളത്. മോൾക്കാണെങ്കിൽ LKGയിൽ പോകാനുള്ളതാണ്. ചെറിയ മോനെയും കൊണ്ട് ഫസീലത്ത അത്ര ദേഷ്യത്തോടെ ഇറങ്ങാൻ കാരണം അത് മറ്റൊന്നുമല്ല, ഇക്ക ആദ്യമായി ഇത്തയുടെ ശരീരത്തിൽ ഒന്ന് കൈവച്ചു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത്തയുടെ അത്രക്കും ആ രീതിയിലുള്ള സ്വഭാവം കൊണ്ട് മാത്രമാണ്. ഒരുപാട് ഇക്ക ക്ഷമിച്ചെന്ന് പറഞ്ഞു. ഇക്ക പറയുന്നത് ഇങ്ങനെയാണ്: അവൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ, കുറേ ദിവസമായി ഞാനിത് ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഇതുവരെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവൾ തലേ കയറാണ്. എൻ്റെ 2 മക്കളെ വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ കൂടെ നിർത്തുന്നത്. എല്ലാത്തിനും വളരെയധികം ഒരു അധികാരം, ഒന്നും തിരിയാനും മറിയാനും സമ്മതിക്കാത്ത ഒരു പ്രവണത. അവൾക്ക് ഞാനത് എന്നോ കൊടുക്കാൻ വിചാരിച്ചതാ. പക്ഷേ ഒരുപാട് ക്ഷമിച്ച് അതിലുള്ളതായപ്പോൾ വേറെയും മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സഹി കെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഫോണൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓരോ മെസ്സേജ് അയച്ചുകൊണ്ടും ഡിലീറ്റ് ചെയ്തുകൊണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുകൊണ്ടും അങ്ങനെയൊക്കെ എന്തിനാണത്? അതിൻ്റെയൊക്കെ ആവശ്യം? ശരിക്കും ഞാനത് വിചാരിച്ചതായിരുന്നു. കുറേ ദിവസമായി ഇത് കരുതിയിരിക്കുന്നു. നവാസ്കയുടെ ആ വാക്കുകൾ ഷമ്മാസിൻ്റെ ചെവിയിൽ മുഴങ്ങി. ആ പാപ്പാ, അതാ കുട്ടി വരുന്നു. മോളെ. ഷമ്മാസിന് അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി. പൊന്നു മോളെ, മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാനെന്തിനാ വിഷമിക്കുന്നത്? അത് എൻ്റെ ഉമ്മി പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഉമ്മിക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ എന്നെ കൊണ്ടുപോകാതെ പോയത്. മോളെ, ഉമ്മിക്ക് നിന്നെ ഇഷ്ടമല്ലാതിരിക്കുമോ? ഉമ്മി നിൻ്റെ ഉമ്മി തന്നെയല്ലേ. എനിക്ക് കുഞ്ഞുവാവനെ കാണാനാണ് എനിക്ക് കൊതിയാണത്. ഉമ്മി എപ്പോഴും എന്നെ അടിക്കും, ചീത്ത പറയുകയൊക്കെ ചെയ്യും. മോളെന്തിനാണ് ഉമ്മി എപ്പോഴും ഉപദ്രവിക്കുന്നത്? അത് ഞാൻ ആപ്പാപ്പാൻ്റെ ഫോൺ എടുത്തത് പറഞ്ഞു കൊടുത്തിട്ട്. ആഹാ, അതുകൊണ്ടാണല്ലേ. അത് സാരല്ല കേട്ടോ, അതൊക്കെ ആപ്പാപ്പ മറന്നു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇനി മോള് പോയിട്ട് ഉമ്മയെ തിരികെ വിളിച്ച് കൊണ്ടുവരണം. മോളും മോളുടെ ഉപ്പച്ചിയും പോയിട്ട് വിളിക്കണം കേട്ടോ. പാവല്ലേ? അല്ല, എൻ്റെ ഉമ്മി പാവല്ല. ഉമ്മി എപ്പോഴും ഉപ്പച്ചിയെ ചീത്ത പറയും. എൻ്റെ ഉപ്പച്ചിയാണ് പാവം. കുട്ടിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും എന്തൊക്കെയോ തോന്നി. അല്ലെങ്കിലും ഇക്കാക്ക ഒരുപാടായി സഹിക്കുന്നു. ഇനിയും കുറച്ചൊക്കെ ക്ഷമിക്കുന്നതിലും ഒരതിരില്ലേ? അല്ലെങ്കിലും കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആകാഞ്ഞാലും വയ്യ. പെണ്ണുങ്ങൾ പറയുന്നത് എല്ലാത്തിനും അങ്ങനെ അങ്ങ് താഴ്ന്നു കൊഴുന്ന് നിന്ന് കൊടുത്താൽ ഇതായിരിക്കും സ്ഥിതി. അന്നേ ഉമ്മ പറയുമായിരുന്നു, നവാസേ, അനക്കോളെ തലയിൽ വെക്കൽ കുറച്ച് ഏറെയാണ് കേട്ടോ. ഓള് പറയുന്നതിനനുസരിച്ച് തുള്ളാൻ നിൽക്കണ്ട, അത് ലാസ്റ്റ് അനക്ക് തന്നെ ആവും കേട്. പിന്നെ ആണുങ്ങളാവുമ്പോൾ ഒരു കൈബലം എപ്പോഴും വേണം. ഓൾക്ക് ഒന്നൊരു തടയണ ഇടാൻ. എല്ലാത്തിനും അങ്ങ് ഒഴിച്ചു വിട്ട് കൊടുക്കരുത്. കുറച്ചൊക്കെ ഒന്ന് സ്ട്രോങ് ആവേണ്ടടുത്ത് സ്ട്രോങ് ആവണം എന്ന് ഉമ്മ പറയുമായിരുന്നു. ആദ്യമൊക്കെ ഇക്കാക്കയും ഇത്താത്തയൊക്കെ നല്ല സ്നേഹമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇത്താത്ത സ്വയം അങ്ങ് അധികാരം പിടിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇക്കാക്ക ഫസീലത്ത് പറയുന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാം ഉമ്മ ഉപദേശിച്ചിരുന്നു. ഇപ്പോഴിതാ പിടിച്ചാൽ കിട്ടാതെയായി. അവൾക്ക് അവളുടെ ഇഷ്ടം പോലെയായി. എന്താണ് പറയേണ്ടത്, ആരോടാണ് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതായി. അവസാനം അത് സംഭവിച്ചു. ഫസീലത്ത് പോയതിൽ ഷമ്മാസിന് അതിയായ ഖേദമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് തൻ്റെ വിഷയത്തിന് മേലാണല്ലോ വന്നത്. എൻ്റെ ഒരു കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടാണ് അവർ ഇറങ്ങി വന്നതും പ്രശ്നമെല്ലാം ഉണ്ടാക്കിയതും എൻ്റെ മെസ്സേജുകൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തതും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇത്താത്ത അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു കൊടുത്തത്. അതും ഒന്നുമില്ലാത്ത ഒരു നുണയായ മെസ്സേജ്. എൻ്റെ വിവാഹം ഇവിടെ ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്
എത്രമാത്രം കെട്ടിച്ചമച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹോ, ഇത്താത്തയുടെ ഒരു കലാവിരുത് ശരിക്കും സമ്മതിക്കണം. എങ്ങനെയൊക്കെ കെട്ടിച്ചമക്കാൻ എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് ദിവസമായിരുന്നു ആ ഒരു പ്രശ്നം കൊണ്ട് മനസ്സ് വേദനിക്കുന്നു. പക്ഷേ ഒരിക്കലും ആവില്ല എന്തൊക്കെ തന്നെയായാലും ജ്യേഷ്ഠൻ്റെ വൈഫല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ച് നിന്നു. പക്ഷേ ഇക്കാക്കയോടെന്ന പോലെ എന്നോടും എൻ്റെയും തലയിൽ കയറി കൊത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാനതും അവർക്ക് അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റീകവർ ചെയ്ത് എടുത്തു കൊടുത്തത്. അപ്പോഴാണ് അവർ ശരിക്കും ദേഷ്യം കൂടിയതും അത്ഭുതപ്പെട്ടതും. ഞാൻ ഒന്നിനും ഇടപെട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഹിജാബിയെ കുറിച്ച് ഓർത്ത് ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മ വന്നത്. പിന്നെ ഉമ്മയോട് ഞാൻ ഓരോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത്താത്താക്ക് ഇഷ്ടമല്ല. അപ്പോഴേക്ക് അവർ വന്നു. എന്താപ്പം ചെയ്യാം? പാവം മോള് എത്രയൊക്കെ തന്നെയായാലും അവളെ പ്രസവിച്ച ഉമ്മയല്ലേ. ഉമ്മക്ക് ആ ഒരു സ്നേഹമില്ലെങ്കിൽ പിന്നെന്താ? അല്ലെങ്കിൽ ആരെങ്കിലും പെറ്റു മക്കളെ ഇവിടെ ഇട്ടിട്ട് പോവോ? ചെറുത് പിന്നെ പാല് കുടിക്കുന്ന കുട്ടിയായതുകൊണ്ടായിരിക്കും അവനെ കൊണ്ടുപോയത്. അവൾ പറയുന്നത് കേട്ടിട്ട് സങ്കടം വരികയാണ്. ആ പാപ്പ, എനിക്ക് ബേബിയെ കാണാനാണ് ആഗ്രഹമുള്ളത്. ഒപ്പം കളിച്ച് വളരേണ്ട മക്കളല്ലേ. ഇങ്ങനെയൊക്കെ ഒരു വാശിക്കങ്ങ് ഇറങ്ങിപ്പോയാലോ? ഒരുപാട് സഹി കെട്ടിട്ടാണ് ഇക്കാക്ക അങ്ങനെ ചെയ്തത്. ഒരിക്കലും കരുതി കൂട്ടി എന്നല്ല, അത്രക്കും സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. ഷാമോനെ, ഉമ്മ അതെ വിളിക്കുന്നു. ഷമ്മാസത ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു. ഉമ്മ, എന്താടാ? അല്ലേ, എനിക്ക് പാവം തോന്നാണ് മോളെ കുറിച്ച് ആലോചിച്ചിട്ട്. എന്തിനാ മോനെ പാവം തോന്നുന്നത്? മോളെ കുറിച്ചോ? മോൾക്ക് എത്ര അടി കിട്ടലുണ്ട് ഓളമ്മാൻ്റെ അടുത്തുനിന്ന്. അത് നിനക്കറിയോ? ഒരാവശ്യമില്ലാതെ അതിനെ പിടിച്ച് തല്ലുന്നാണ്. നമ്മളോടൊക്കെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില തള്ളാരെ സ്വഭാവം അങ്ങനെ ഉണ്ട്. വീട്ടുകാരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ കുട്ടീനെ പിടിച്ച് തല്ലും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഓരോരുത്തർക്ക് പോകണതേ ഇഷ്ടമല്ല. എൻ്റെ ഒപ്പം തന്നെയല്ലേ കുട്ടി നടക്കൽ, ഉമ്മമ്മ വിളിച്ചിട്ട്. പിന്നെ അതുമല്ല, നല്ല സ്നേഹത്തിലൊരു വർത്താനം അങ്ങനെയൊന്നുമില്ല. എല്ലപ്പോഴും കുട്ടിനോടും അതുപോലെ തന്നെ ചാടികൊണ്ടൊരു വർത്താനം. ഇനിയിപ്പോൾ ഒരു പഠിപ്പിക്കുകയാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും ഒരു നല്ല രീതിയിൽ ആ കുട്ടീനെ സ്നേഹിക്കണ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ എന്തൊക്കെ തന്നെയായാലും പെറ്റ ഉമ്മയല്ലേ, പെറ്റ വയറല്ലേ ഉമ്മ. അത് താത്തയുടെ സ്വഭാവം അങ്ങനെയാണെങ്കിലും എങ്കിലും പിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും മോനെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഓളെ മാപ്പിളുടെ അടുത്ത് ഒന്നുകൊണ്ട് കിട്ടി വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകല. അതും കുട്ടികൾ ശരിക്ക് എല്ലാ കുട്ടികളെയും കൊണ്ടാവാതെ ഒരു കുട്ടീനെ മാത്രം എടുത്ത് പോകാൻ ഓൾക്ക് എങ്ങനെ തോന്നി? ഓളെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ഓള് വന്നോളും. അല്ല അപ്പം എന്താ പറയുക? പെട്ടെന്ന് നവാസ് അങ്ങോട്ട് വന്നു. മോനെ നവാസേ. എന്തോ ഉമ്മ? അല്ല, ഓളങ്ങനെ പിണങ്ങിപ്പോയിട്ടേ വല്ലാത്തൊരു പുറത്തേട്. എന്താ ഉമ്മ ഞാൻ ചെയ്യേന്? 4 ദിവസം അവിടെ നിൽക്കട്ടെ, ഒന്ന് നിന്നിട്ടുള്ള ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ എത്ര ദിവസം, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമുള്ളൂ ഇവിടെ ഓളെ സഹിക്കണേ. പക്ഷേ എത്ര വർഷങ്ങളായി ഞാനത് അന്ന് മുതലേ ഇങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടും. മനുഷ്യന് സ്വസ്ഥമായൊരു ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കടാന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഒന്ന് വിചാരിച്ച് സഹിക്കും. ഇതുവരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല മോനെ. എന്നാലും തല്ലേണ്ടില്ലായിരുന്നു ഉമ്മ. ഇനി എങ്ങനെ ഉമ്മ? ഒരുപാട് ഞാൻ ക്ഷമയുടെ അങ്ങേയറ്റത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സംസാരം അവൾ സംസാരിക്കും. ഇതിപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, ഒന്നാണ്ട് കൊടുത്തു. അല്ലാതെ പിന്നെ ഇങ്ങനെ നന്നാവാൻ പിന്നെ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. ഞാൻ ഉപദേശിച്ചാലും അവൾക്കൊരു പുല്ല് വിലയാണ്. അതുമല്ല, എന്തൊക്കെയാണ് എന്നൊക്കെ വിളിച്ച് പറയും. അവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. വല്ലാതെ ഒന്നും അവിടെ നിൽക്കൂല. കാരണം ഇവിടുത്തെ സുഖം അവിടെ എന്തായാലും അവൾക്ക് ഉണ്ടാവില്ല. ഇവിടെ അവൾക്ക് എന്ത് സുഖമാണ് ഉമ്മ നേരത്തിന് വെച്ചുണ്ടാക്കി കൊടുക്കണേ. അതാ ജോലിക്കാരി ജമീലത്താത്ത ബാക്കിയുള്ളതൊക്കെ ചെയ്യണേ. എന്ത് സുഖമാണ് അവർക്കൊക്കെ നല്ല രീതിയിൽ നിന്നൂടെ? സുഖം കൂടുമ്പോൾ നമ്മളൊരിക്കലും പഠിച്ചവനെ മറക്കാൻ പാടില്ല. പക്ഷേ ഇതിപ്പോൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല.
എന്തൊക്കെ തന്നെ നല്ല ഉപദേശം കൊടുത്താലും എൻ്റെ നേർക്കെടുക്കും. അവിടെ നിന്നിട്ടൊരു കുഴപ്പമില്ല. മോളുണ്ടല്ലോ നമ്മളെ കൂടെ. പിന്നെ ഇപ്പം എന്താ, മോളാണെങ്കിൽ അവൾ അടുത്ത് കിടക്കൂല. കാരണം എന്താ, അവൾ ഈ സ്വഭാവം കൊണ്ട് കുട്ടിക്ക് തന്നെ വെറുത്ത് പോയിക്കാണേ. പക്ഷേ മോള് ചോദിക്കുന്നുണ്ട് ബേബിനെ കാണാൻ പൂതിയാണുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, അവർ കൂടപ്പിറപ്പല്ലേ, ഇപ്പോഴല്ലേ അവരിങ്ങനെ ഒരുമിച്ചൊക്കെ നിൽക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറിട്ട് പോകൂലേ. എന്തൊക്കെ തന്നെയായാലും ഓള് പെറ്റ മക്കൾ തന്നെയല്ലേ രണ്ടും. മോനെ, എൻ്റെ മോനൊന്ന് പോയി വിളിച്ചു നോക്ക്. അപ്പോഴേക്കും ആ ഉമ്മയുടെ മനസ്സലിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉമ്മക്ക് നല്ല സങ്കടമാണ്. മോനെ, സാരല്ല, മാപ്പ് പറഞ്ഞു പോയി വിളിച്ചു കൊണ്ടുവന്നു. അല്ല എന്താ ചെയ്യുക, ആ പെൺകുട്ടിൻ്റെ മുഖത്തേക്കൊന്നും എനിക്ക് നോക്കാൻ കഴിയണില്ല. ഉമ്മ, അവൾക്കൊരു കുഴപ്പമില്ല, അവൾ നല്ല ഹാപ്പിയാണല്ലോ. അല്ല മോനെ, തള്ളാർ എത്ര തന്നെ തല്ലാനും തലോടാനും ഓലന്നെ ഉണ്ടാവുള്ളൂ. ഓല സ്നേഹം മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയൂല. നമ്മൾ കുട്ടീനെ നോക്കായിട്ടോ ഒന്നുമല്ല, എങ്ങനെ വെച്ചാൽ നോക്കും. പക്ഷേ പെറ്റന്മാർ നോക്കുന്ന ആ ഒരു നോട്ടം, അതിൻ്റെ അവിടേക്ക് ആർക്കും എത്തിക്കഴിയാനാവില്ല. എത്രയൊക്കെ തന്നെ ചീത്ത പറഞ്ഞാലും കുട്ടിൻ്റെ ഉമ്മ അതുതന്നെയല്ലേ. ഉമ്മ പ്ലീസ്, നിങ്ങൾ ഫസീലെ കുറച്ച് ദിവസം ഞാൻ വിട്ടു നിർത്തട്ടെ. എനിക്ക് അത്രക്കും സഹി കെട്ടിട്ടാണ് എൻ്റെ തല കേട്ട് ആകെ കല്ലായി മാറിയേക്കാണ്. ഉമ്മാക്കറിയില്ല, ഉമ്മയുടെ മുന്നിൽ നിന്നും ഞാനൊന്നും പറയാറില്ല. ക്ഷമിച്ച് ക്ഷമക്കൊരു അതിരില്ലേ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ. മോനെ, അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഉമ്മാരൊപ്പം കുട്ടികൾ നിൽക്കണേ തന്നെയാണ് ഏറ്റവും നല്ലത്. ഒന്ന് പോയി നോക്ക്. ഉള്ള ദേഷ്യത്തിലാണ് പോയതായിരിക്കും. ഒന്ന് പോയി വിളിച്ചോ മോനെ. ഉമ്മ പ്ലീസ്, കുറച്ച് സ്വസ്ഥത എനിക്ക് വേണം. എനിക്ക് സ്വസ്ഥത അത്യാവശ്യമാണ്. എൻ്റെ തല ആകെ കല്ലായി മാറിയിരിക്കുകയാണ്. നേരത്തെ ആരെ കാറായിട്ടാണ് വന്നത്? ഓള ആങ്ങളെ ആയിരിക്കും, അല്ലാതെ ആരാ? അതൊക്കെ അപ്പോഴന്നെ വിളിച്ച് സ്പോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരണ്ട, അവിടെ നിർത്തിയാൽ മതി, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഫസീലത്തയുടെ വീട്ടിൽ കുഞ്ഞിനെയും കൊണ്ട് അവളതാ ഇറങ്ങി വരുന്നത് ഉമ്മ കണ്ടപ്പോൾ, അല്ല എന്തപ്പോൾ ഈ പെട്ടെന്നൊരു വരവ് ഇങ്ങനെ? എവിടെ എൻ്റെ മാപ്പിളയും എൻ്റെ കുട്ടിയൊക്കെ എവിടെ? ചെറുതിനായിട്ടാണ് ഈ വന്നത്. ഈ എന്താ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ വരാൻ കാരണം? ഫസീലേതാ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നു. ആ ബാഗ് അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ അവൾ ഇട്ടു. എന്താ മോളെ ഈ കാര്യം പറയാതെ ഇങ്ങനെയുണ്ട് പെട്ടെന്ന് കയറി വന്നത്? ഫസീലയുടെ ചെറിയ ആങ്ങളയെ ഉമ്മ വിളിക്കുന്നു. മോനെ, എന്താണ് ഓള് പെട്ടെന്ന് വരാൻ കാരണം? അവൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു, ഞാനവിടെ അറ്റം പോയി തിരിച്ചു പോന്നു. അതന്നെ, കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഉമ്മ അപ്പോഴേക്കും അവൾക്കുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു. മോളെ, എന്നത് കുടിച്ചോ. അല്ല പെണ്ണെ, എന്തപ്പോൾ ഇങ്ങനൊരു വരവ് ഈ പറയണില്ലല്ലോ. ഉമ്മ, എനിക്ക് അയാളെ കൂടെ ജീവിക്കാനാവില്ല. അതെന്താ പഠിച്ചോനെ ഇങ്ങനെയൊക്കെ പറയണത്? 1-2 കുട്ടികളല്ലേ എനിക്ക്? എന്നിട്ടാണ് ഈ ഇങ്ങനെയൊക്കെ പറയണത്? ഉമ്മ, അയാളെ കൂടെ ജീവിച്ചിട്ട് എന്നത് തല്ലിയിട്ട് ഞാൻ വന്നത്. കണ്ടോ എൻ്റെ മുഖത്ത് പാട്? എവിടെ കാണില്ലല്ലോ. കണ്ടില്ല നിങ്ങൾ ചുവന്ന് നിൽക്കണേ? നിങ്ങളല്ലെങ്കിലും കാണൂല, നിങ്ങളെപ്പോഴും നിങ്ങളെ മകൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ. പൊന്നാരൻ്റെ ഫസി, എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ മരുമകൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഓൻ്റെ ഭാഗത്ത് നീതി ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ഇജിൻ്റെ മോളാണ്, അന്നെ ഇഷ്ടമില്ലായിട്ടോ ഒന്നുമല്ല. പക്ഷെ ഓൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തിനാണ്ട് അന്നെ തല്ലിയത്? ഇതുവരെ ഓൻ എൻ്റെ മേത്ത് കൈ വെച്ചിട്ടില്ലല്ലോ. ഒരു കാരണമില്ലാതെ എൻ്റെ നവാസ് അന്നെ തല്ലൂല, അതെനിക്ക് ഉറപ്പുണ്ട്. നല്ല മോനാണ് അവന്. അനക്കാണ് കുറച്ച് പൊട്ടിത്തെറുപ്പ് കൂടുതലുള്ളത്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെറ്റത്തരം കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിനക്ക് കിട്ടിയത്. എനിക്കത് കിട്ടിയാൽ പോരാ, ഉമ്മ അവളോട് പറഞ്ഞു. ഇവിടെ വന്നാലും എനിക്കൊരു സമാധാനമില്ലേ? അവൾ ദേഷ്യപ്പെട്ടു. മോളെ ഫസീല, കുറച്ച് നല്ല രീതിയിലൊക്കെ ആയാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതിങ്ങനെ എടുത്തു ചാടി സംസാരിക്കരുത് കേട്ടോ. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്ന്. അപ്പോഴേക്കും അതാ ഫസീലയുടെ ഉപ്പ കടന്നു വരുന്നു. അല്ല ഫസിയെ, മോളെപ്പോഴും വന്നു? എവിടെ മോള്? ഓളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് കണ്ട് പോന്നു മോനെ വിളിച്ചിട്ട്. അതെന്താ പെട്ടെന്ന്?
ഉപ്പാ ഇങ്ങോട്ട് നോക്കിൻ്റെ മുഖത്തേക്ക്, നിങ്ങളെ മരുമകൻ എന്നെ തല്ലിയതാണ്. എൻ്റെ കുട്ടീനെ തല്ലേ എന്തിനെ? ഓന അത്രക്കാരനല്ലല്ലോ, എന്ത് പറ്റി? ഉപ്പയും പറഞ്ഞു. അതേ, നിങ്ങൾ ഓളെ വർത്താനം കേട്ടിട്ട് ഓരോന്നിനും നിൽക്കണ്ടട്ടാ. ഓള് പറയണത് എനിക്ക് ആ പുതിയാപ്പിളിനെ ഞാൻ വേണ്ടാന്നാണ് പറയണത്. ഞാൻ ആ വീട്ടിലേക്ക് ഇനി പോകില്ലാന്ന്. അതേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഓനൊന്നാണ്ട് കൊടുത്തതേക്കാരം. അല്ലാതെ ഓളെ വർത്താനത്തിനും കാട്ടിക്കൂട്ടലിനും എന്നിപ്പോൾ ഒരാളെങ്ങനെ കിട്ടുമോ? ഓന് കുറേ ക്ഷമിച്ചില്ലേ? ഉമ്മയും അതാ നവാസിൻ്റെ ഭാഗത്താണ് സംസാരിച്ചത്. പറ മോളെ, എന്താ ഉണ്ടായത്? അനക്ക് എന്താ പറ്റിയത്? ആരെന്നെ ഉപദ്രവിച്ചത്? ഉപ്പ കുറച്ച് സ്ട്രോങ്ങോടെയാണ് അത് ചോദിച്ചത്. എന്താ കാരണം? എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത്? അത് ഈ പറയും. അയിമലെന്തേ ന്യായം ഉണ്ടെങ്കിൽ ഞാനത് ചോദിക്കാൻ പോയിക്കോളാം. പറയ്, എന്താണ് എനിക്ക്? എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത്? അതെ, മറ്റൊന്നുമല്ല. ഒന്നും അവരോട് നല്ലത് പറയാൻ പാടില്ല. നല്ല എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ ഓരോന്ന് പറയും. ഞാനിപ്പോൾ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇക്കാക്കാൻ്റെ മോളെ. അപ്പോൾ അതിന് ഓൾക്ക് സമ്മതമല്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, ഇനി വേറെ കുടുംബത്തിൽ നിന്ന് എടുക്കാമെന്നാണ് ഓലൊക്കെ പറയണത്. എനിക്കൊരു ദേഷ്യം പിടിച്ചു. ഞാൻ എൻ്റെ ഇളച്ചനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഏത് പെണ്ണിനോട് ഇഷ്ടമുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ ഉള്ളതാണ് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത്. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താ ഓന് അങ്ങനെ അടിക്കാൻ അയക്കണോ? ഇപ്പാ എന്തായാലും വേണ്ടില്ല, ഞാൻ ഞങ്ങോട്ട് പോകണില്ല കേട്ടോ. ഓൻ്റെ കൂടെ ജീവിക്കാനേ ഞാൻ പോകണില്ല. എന്താ കുട്ടി പറയേണ്ടത്? 2 കുട്ടികളിൽ എനിക്ക് ഓനെ ഉപേക്ഷിച്ചിട്ട് എനിക്കെന്താ? 2 കുട്ടികളെ എത്തിച്ച് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുമോ? എന്തായാലും വേണ്ടില്ല, ഞാൻ പോകണില്ല. അല്ല, എൻ്റെ മൂത്ത കുട്ടീനെ അവിടെ ഇട്ടുകാണോണ്ട് പോരെ? എന്താ എൻ്റെ ഒരു മനസ്സ്? ഉപ്പ പറഞ്ഞു. അതേ, ഓൾക്കിഷ്ടം അവിടുത്തോലാണ്. എപ്പോഴും എൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുക, അതാണ് ഓൾക്ക് പണി. അതുകൊണ്ട് തന്നെ ഓളെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നു, ഇവനെ എടുത്ത്. എന്നാലും പെണ്ണെ, അനക്കുറക്കാത്ത കയ്യില്ല കേട്ടോ. ഈ പെറ്റ തള്ളല്ലേ, എന്നിട്ടും ആ കുട്ടീനെ അവിടെ ഇട്ട് പോര്. കുട്ടിക്കെന്താ? അവിടെ ബാപ്പുണ്ട്, ഉമ്മമ്മ ഉണ്ട്, ഒരു ആപ്പാപ്പുണ്ട്. ഓ, ആരൊക്കെയാണ്? എന്തോരം സ്നേഹമാണ്. നമ്മളോടൊന്നുമില്ല. ഫസിയെ, എനിക്കത് തോന്നുകയാണ്. ഇജ്ജ് പോയിക്കോ. നല്ല തറവാടാണത്, നല്ല ആൾക്കാരാണ്. ഓ, നല്ല ആൾക്കാർ കണ്ടാലും മതി. എന്നിട്ടാണോടി നീ എൻ്റെ കാക്കാൻ്റെ മോളെ അങ്ങോട്ട് ആലോചിച്ചിരുന്നത്? അതല്ല, അങ്ങനെയല്ല. പക്ഷെ അതല്ല, അവർ അത്ര നല്ല ആൾക്കാരൊന്നല്ല. ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടി ഇങ്ങോട്ട് തരും. മോളെ, എൻ്റെ ചോദ്യം അങ്ങനെയായിരിക്കും. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ഉപ്പയും ഉമ്മയും അവൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയാണ്. ഹോ, ഇങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. എന്താ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രമാത്രം എന്നോടിങ്ങനെ പറയാൻ? അല്ലെങ്കിലും എൻ്റെ ഭാഗം ആരും ക്ലിയർ ആക്കൂല. എൻ്റെ ഭാഗത്താണ് എപ്പോഴും നിങ്ങൾ തെറ്റ് കാണുന്നത്. മോളെ, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പളുങ്കുപാത്രം പോലെയാണ്. അത് നമ്മളൊരിക്കലും പൊട്ടിച്ച് നശിപ്പിക്കരുത്. അത് നല്ല രീതിയിൽ നമ്മൾ സേഫ്റ്റിയാക്കി കൊണ്ട് നടക്കണം. ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം അതിൻ്റെ ഒരു അംശയിലുണ്ടാവും. ഒരു ഭർത്താവ് ഒന്ന് അടിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഉമ്മ, ഉപ്പ, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലേ ഞാൻ കാക്കാൻ്റെ അടുത്തേക്ക് പോയിക്കോളാം. ആങ്ങളുടെ അടുത്തേക്ക്. എൻ്റെ വലിയ ആങ്ങളാണ് നിങ്ങളെക്കാളും എന്തായാലും സ്നേഹം എനിക്ക് തരുന്നത്. ആ, അത് പിന്നെ എന്നെ പോലെ സ്നേഹിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈ എൻ്റെ ഇളച്ചനെ കൊണ്ട് ഷമ്മാസിനെ കൊണ്ട് കല്യാണം ഉണ്ടാക്കുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ ഇവിടത്തേനേക്കാൾ ഒന്നും കൂടി പവറും പത്രാസും ഒക്കെ ഓൽക്കല്ലേ, വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. നമ്മളിവിടെ അത്ര ഇല്ലല്ലോ. അല്ലെങ്കിലും വന്നാലും ഈ അങ്ങോട്ടനല്ലേ വേഗം പോലെ, ഇവിടേക്കല്ലല്ലോ വരല്ലേ. അന്നെ കുട്ടികൾക്ക് എന്തോ ബുദ്ധിമുട്ടാണെന്നോ ഇവിടെ നിൽക്കുമ്പോൾ? അപ്പോൾ പുതിയ വീട്ടിൽ നിന്നാലേ പറ്റുള്ളൂന്നോ? അതൊക്കെ അല്ലേ ഈ പറയൽ? പറ്റിയത് പറ്റി, ഇനി ഒന്നല്ല സൂക്ഷിച്ച് ജീവിച്ചോണ്ടി. പിന്നെ അതുമല്ല, ഓരോന്ന് വെറുതെ ഓരോരുത്തരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇടങ്ങാറാക്കരുത് കേട്ടോ. ഞാൻ എന്നോട് എന്നും പറയുന്ന ഉപദേശമാണത്. അപ്പോഴിതാ ഇക്കാക്ക കടന്നു വരുന്നു. ആ, ഇക്കാക്ക എത്തി. ആ, എന്താ ഫസിയെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എന്തിപ്പോൾ? കുട്ടികളെവിടെ? കുട്ടികളിതാ വലുതിനെ കൊടുത്തിട്ടില്ല, ചെറുതിനായിട്ട് പോകാൻ നിൽക്കണ്. അതെന്തേ പെട്ടെന്ന്? ഒന്നുമില്ലേക്കാ, ഇങ്ങോട്ട് നോക്കി എൻ്റെ മുഖത്തേക്ക്. നിങ്ങൾ അളിയനെ എന്നെ അടിച്ചതാണ്.
അന്നടിക്ക് എന്തിന്, എന്ത് കാര്യത്തിന്? അത് ചെറിയ രീതിയിലുള്ളൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞേന്. ആഹാ, മേത്ത് കൈവച്ചോ കളിക്കുന്നുണ്ടോ? കുറേ ഒരു ചീത്ത പറയും. ഇപ്പതാ അടിയും തുടങ്ങിയിരിക്കണേ. എനിക്കവിടെ നിൽക്കാൻ കഴിയണില്ല. എന്തൊരു ബുദ്ധിമുട്ടാണോ. ഉമ്മാനോട് ഉപ്പാനോട് പറഞ്ഞിട്ട് ഓൾക്ക് അതിനെക്കുറിച്ചൊരു കൂസലുമില്ല. ആഹാ, അത്ര ഉപദ്രവിക്കുന്ന ആൾക്കാരുള്ള വീട്ടിക്ക് ഇനിയും ഫസ്റ്റിനെ വിടുകയെ. അതിന് ഞാൻ സമ്മതിക്കൂല കേട്ടോ. ഓൾ എൻ്റെ വീട്ടിൽ നിന്നോട്ടെ, അതാ നല്ലത്. ശരിക്കും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ദേഷ്യമുണ്ടായിരുന്നു ഷമ്മാസിൻ്റെ വീട്ടുകാരോട് പ്രത്യേകിച്ച്. അതെ, തൻ്റെ മോളെ ഷമ്മാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ അവൻക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഒന്നും ആ ബന്ധത്തിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ടും തന്നെ അവർക്ക് പിന്നീട് ഒരു ദേഷ്യം പോലെയായിരുന്നു ഷമ്മാസിൻ്റെ വീട്ടുകാരോട്. ഫസിയെ, നീ എൻ്റെ കൂടെ പോര്, വാ നമുക്ക് അവിടെ നിൽക്കാം. വേണ്ട, ഓൾ ഇന്ന് ഇവിടെ നിന്നോട്ടെ, വന്നിട്ടില്ലുള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളും, ഉമ്മ പറഞ്ഞു. അല്ലെങ്കിൽ ഉമ്മ ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ സമ്മതിക്കില്ല. ഞാൻ പോവാണ് ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക്. അവിടെ ആകുമ്പോൾ സ്വസ്ഥത ഉണ്ടാവും. ഒന്നും പറയൊന്നുമില്ല ഇത്താത്തിയൊന്നും. ഉമ്മയുടെയും ഉപ്പയുടെയും സമ്മതമില്ലാതെ തന്നെ അതാ ആങ്ങളയുടെ കൂടെ ഫസീല പുറപ്പെടുന്നു. എൻ്റെ പൊന്നാരക്കാക്ക, എനിക്ക് ഇവിടെ വരുമ്പോഴാണ് ഒരു സന്തോഷം. ഇവിടെ ആകുമ്പോൾ നല്ലൊരു വിശാലതയാണ്. ഫസിയെ, എനിക്ക് ഇവിടേക്ക് വരാലോ, ഇത് അൻ്റെയും കൂടി വീട് തന്നെയല്ലേ. അപ്പോഴിതാ ക്ലാസ് കഴിഞ്ഞ് ഷമ്മാസിനെ കൊണ്ട് പറഞ്ഞ് ആ ഒരു ആങ്ങളയുടെ മകൾ വരുന്നു. ആ, ഇതാരാ, ഫസീലമ്മയോ? എങ്ങനെയുണ്ട്, സുഖല്ലേ? അല്ല, നിങ്ങളന്ന് എനിക്കൊരു കല്യാണം പറഞ്ഞിരുന്നല്ലോ, എവിടെ? ആളെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ. പിന്നെ അതൊന്നും ശരിയാവും എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ആൾക്കാരിപ്പോൾ പറ്റ മോശമായിക്കണ്. അതല്ല, അപ്പം ഇത്താത്തല്ലേ പറഞ്ഞത് നല്ല ആളാണ്, നല്ല സ്വഭാവത്തിനുടമയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, സാക്ഷരത ഉണ്ട്, ദീനീബോധമുണ്ട്, എല്ലാം ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ? അത് സാരമില്ല, എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ബോയ് ഫ്രണ്ട്സ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോൾ കല്യാണത്തിനൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത്താത്ത, ഫസീലത്ത, കല്യാണം കഴിഞ്ഞാലേ ഈ ഒരു എൻജോയ്മെൻ്റ് ഒന്നും പിന്നെ കിട്ടൂല. പിന്നെ അവരെ കെയർ ഓഫിൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കണം, ഫസീലത്തയെ പോലെ. എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു, പക്ഷേ ചില സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞാലേ അപ്പം പിന്നെ ഓരോന്നൊക്കെ മേടിക്കേണ്ടി വരും. അങ്ങനെ അതാ ഫസീല ആങ്ങളയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവളുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞു, ആ പെണ്ണിൻ്റെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കല്ലേ വന്ന് നിൽക്കൽ, ഇതെന്താ അങ്ങനെ ഒരു സ്വഭാവക്കാരി? ഉള്ള സ്വഭാവമോശം കൊണ്ട് തന്നെ ആയിരിക്കും അവൾക്ക് അടി കിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, കുറേയൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാവും. പിന്നീട് ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ വന്നിട്ടുള്ളൂ, വന്ന് ചായ കുടിച്ച് നേരെ അവൻ്റെ പിന്നാലെ പോയി. അല്ല, ഇപ്പോൾ എന്താ പെണ്ണിൻ്റെ കഥ? ഉമ്മയും ബാപ്പയും നിൽക്കണോടത്തല്ലേ പെൺമക്കൾ വരുമ്പോൾ നിൽക്കുക. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ആദ്യം തന്നെ. അന്ന് ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മ ഇക്കാക്കിയോട് പോയി കൊണ്ടുവരാൻ പറഞ്ഞോളൂ, അല്ലാതെ പാവല്ലേ ആ പെൺകുട്ടി, അതിൻ്റെ ആ കുഞ്ഞു മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. നമ്മുടെ മനസ്സെന്നെ കണ്ടില്ലേ. എൻ്റെ പൊന്നു മോനെ, ഞാൻ നവാസിനോട് പറഞ്ഞു നോക്കി. അതിൽ നവാസ് പറഞ്ഞത് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, 4 ദിവസം കഴിയുമ്പോൾ അവൾ താനേ അങ്ങോട്ട് വന്നോളും എന്നാണ് പറയണത്. ആ രാത്രി ഷമ്മാസിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പഠിച്ചവനെ, എൻ്റെ കാരണം കൊണ്ടാണോ അങ്ങനെ അവർക്ക് ഒരു ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത്? അതിനുവേണ്ടി എത്ര പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ആ രാത്രി ഷമ്മാസ് ഫോൺ എടുത്ത് നോക്കി. അതെ, തൻ്റെ ഹിജാബി ഓൺലൈനിലുണ്ട്. ഒന്ന് മെസ്സേജ് അയച്ചാലോ? ഹായ് ഹിജാബി. ഹായ് ഷമ്മാസ്, ഫുഡ് കഴിച്ചോ? ആ, കഴിച്ചു. പിന്നെ ഞാൻ ഉപ്പയോട് ആ കാര്യം പറഞ്ഞു കേട്ടോ. അത് കേട്ട് ഷമ്മാസ് ചിരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഭാഗമൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഞങ്ങളെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. എന്നാൽ പിന്നെ സംഭവം സെറ്റായി. ഷമ്മാസിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ കത്തുന്നു. പക്ഷേ ഇന്ന് ഇത്താത്ത ചെയ്ത ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഷമ്മാസിന് മനസ്സിൽ നല്ല വിഷമവുമുണ്ട്. അന്ന് നജീബിക്കയുടെ കടയിൽ മജീദുണ്ട്, അതാ അങ്ങോട്ട് വന്നിരിക്കുന്നു. അല്ല,
എവിടെ നിങ്ങളെ ചങ്ങായി ലത്തീഫ് കാക്ക വരലില്ലേ ഇപ്പം ഇങ്ങോട്ട്? അപ്പോൾ ഇജ്ജ് അറിഞ്ഞില്ല മജീദേ, ഓൻ്റെ ഉമ്മാക്ക് സുഖമില്ലായിട്ട് ഓൻ ഹോസ്പിറ്റലിലാണെന്നുള്ളത്. എപ്പോഴും വന്നിട്ടില്ലേ? അത് ശരി, വയസ്സായതല്ലേ? എന്നാലും മൂപ്പരെ മോള് കാട്ടുന്നുണ്ട് പണിയില്ലേ? പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റൂല. എന്താ മജീദേ അങ്ങനെയൊക്കെ പറയുന്നത്? പെൺകുട്ടികളെ കൊണ്ടൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ ആരാണ് തെറ്റ് ചെയ്യണത്, ആരാണ് തെറ്റ് ചെയ്യാത്തതെന്ന് നമുക്കൊന്നും നമ്മളെ കാഴ്ചപ്പാടിൽ പറയാൻ പാടില്ല. ചില ആൾക്കാർക്കുണ്ട് അങ്ങനൊരു വർത്താനം. പെൺകുട്ടികൾ പഠിക്കാൻ പോയാൽ ഓല് തെറ്റ് ചെയ്യാൻ പോണോലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അതൊന്ന് ആദ്യം മാറ്റണം. കാരണം ഒരാളെക്കുറിച്ച് അങ്ങനെ നമ്മൾ ഇല്ലാത്ത ചിന്തിക്കാൻ പോലും പാടില്ല എന്നാ പറഞ്ഞു നടക്കൽ. അത് വേറെ, ചിന്തിക്കലുണ്ടല്ലോ അത് തന്നെ പാടില്ല, അതും തെറ്റാണ്. എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണത്? പെൺകുട്ടികൾ പുറത്തേക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോയാൽ അവർ വേറെ എന്തിനൊക്കെ പോവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അങ്ങനെയുള്ള ചിന്താഗതി തന്നെ ആദ്യം അങ്ങോട്ട് മാറ്റിയെടുക്കണം. എന്നെങ്കിൽ തന്നെ മനസ്സ് നന്നാവുള്ളൂ. മറ്റേത് ഒരാളെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ഇല്ലാത്തത് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ നമ്മൾ പാടില്ല. ഒരാളെ കുറിച്ച് പറയാനും പാടില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾക്കത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയൊക്കെ പറയുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ഒക്കെ പറയണം. എന്തൊക്കെ തന്നെയായാലും ലത്തീഫ് മിക്കവാറും ഓനെക്കൊണ്ട് തന്നെ ഓളെ കെട്ടിച്ച് കൊടുക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കണേ. കാരണം ചെക്കൻ നല്ല ചെക്കനാണ്, ദീനിയായ ചെക്കനാണ്, യാതൊരു കുഴപ്പമില്ലാത്ത ചെക്കനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണവും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. പിന്നെ അതുമല്ല, അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതിയല്ലോ. എന്താ കാക്ക നിങ്ങളീ പറയണത്? അവനെ കൊണ്ടെന്താ ഓളെ കല്യാണം കഴിപ്പിക്കേ, ഉറപ്പിക്കേ? ആജിയരെ വീട്ടിലുള്ള പെണ്ണാണെന്ന് ആജിയർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിന് തീരെ മൈൻഡില്ലാതെ ഓരോന്നിനെ നിൽക്കണ്ട കേട്ടോ. അത് കേട്ടപ്പോൾ ശരിക്കും നജീബ് കാക്ക് ഭയമായി. അതെന്തോടോ അങ്ങനെയൊക്കെ പറയണേ? മക്കൾ നല്ല രീതിയിൽ ഹയറായ കിട്ടുമ്പോൾ ഓരോണ്ട് കെട്ടിച്ച് കൊടുക്കണം, ഓരോ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. അതിനിപ്പോൾ എന്തിനാ നിങ്ങളൊക്കെ തടസ്സമാകണത്? അല്ലേ, ഹുസൈനാജിൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ പറഞ്ഞാൽ പിന്നെ അത് മാറ്റുകയെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കൊരു നിയമലംഘനം പോലെയാണ്. മജീദിന് ഏറെക്കുറെ ഉറപ്പായി തുടങ്ങി. ഇത് സംഗതി എൻ്റെ ബ്രോക്കർ പൈസ നഷ്ടപ്പെടുന്ന കേസാണ്. ഇതിനൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. ഇത് ഹാജിയരെടുത്ത് പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം. എന്നാൽ ശരി, പിന്നെ കാണാം എന്ന് പറഞ്ഞ് മജീദ് നേരെ പോയത് ഹാജിയരുടെ വീട്ടിലേക്ക്. ഹാജിയരുടെ ഭാര്യയായിരുന്നു അവിടെ ഉമ്മറത്ത് ഉണ്ടായിരുന്നത്. അവർ വാതിൽ തുറന്നു കൊടുത്തു. ഇവിടെ ഇല്ല, തോട്ടത്തിക്കെങ്ങാനും പൊയ്ക്കണ് തോന്നുന്നുണ്ട്. മജീദിൻ്റെ വരവ് തന്നെ ഉമ്മാക്ക് ഇഷ്ടമല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഹുസൈനാജി കയറി വരുന്നു. ഹാജിയരെ, ഒരു അർജൻറ്റ് കാര്യം പറയാണ്ട്, കയ്യെന്നാണ്ട് പോയി കഴിഞ്ഞാൽ പോയി. എന്താ മജീദേ, ഇതൊന്ന് തെളിയിച്ച് പറയുന്നുണ്ടോ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. അതൊക്കെ ഉണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കണ്ട് പോകുന്നോളേ. ഇവിടെ ആയാലേ നിങ്ങളെ പെണ്ണുങ്ങളും കേൾക്കും, പിന്നെ ആരെങ്കിലുമൊക്കെ കേട്ടുകാണ്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. അതേ, നിങ്ങൾ കെട്ടണമെന്ന് വിചാരിച്ച ആ പെണ്ണുണ്ടല്ലോ, അനുസൈബ എന്നുള്ള പേരുള്ള, പിന്നെ നിങ്ങളെ മോനെ കൊണ്ടാക്കി ആ പെണ്ണിനെ കൊണ്ടുള്ള കല്യാണം നടത്താനുള്ള പ്ലാനിങ് ഉണ്ട് എന്നൊരു തോന്നൽ. ആരെക്കൊണ്ട് കല്യാണം നടത്തുക? ഞാൻ പറഞ്ഞില്ലേ അന്ന് ഓലെ കോളേജിന് മുമ്പിലൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അതിലൊരാളുണ്ട് എന്തോ കൊടുക്കണ കണ്ടു എന്നൊക്കെ. അങ്ങനെ ആകാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. മജീദേ, ഇജ് എന്തൊക്കെയാണ് ഈ പുലമ്പണത്? കാര്യത്തിൽ തന്നെയാണോ ഇത് ഈ പറയണത്? ഞാനേ മൂപ്പരെ സ്നേഹിതൻ്റെ കട ഉണ്ടല്ലോ അവിടെ, നജീബ് ഖാൻ്റെ, ആ കടയിൽ പോയപ്പോൾ മൂപ്പരിങ്ങനെ പറഞ്ഞാണ്. മൂപ്പര് സന്തോഷത്തോട് പറഞ്ഞതായിരിക്കും, പക്ഷേ നമ്മളെ മനസ്സിൽ അത് പറ്റൂല എന്നുള്ള കാര്യം ഓൽക്കറിയില്ലല്ലോ. മജീദേ, സമ്മതിച്ചു കൊടുക്കൂല, ഹുസൈനാജി സമ്മതിച്ചു കൊടുക്കൂല കേട്ടോ. ഹുസൈനാജി എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കണമെങ്കിൽ അത് നേടിയെടുത്തിട്ട് നിന്നിട്ടുള്ളൂ. അതിനു വേണ്ടി നേരിട്ട് ഒരു പരിപാടി അത് ശരിയില്ല. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ചതിയിലൂടെ ആ കല്യാണത്തിൽ നിന്ന് ഓലങ്ങട്ട് ഒഴിവാക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരണം, അതാ വേണ്ടത്. അപ്പോൾ അതിനൊരു തടസ്സമായി നിൽക്കുന്നത് ഇജി പറഞ്ഞ ആ മൊബൈൽ ഷോപ്പത്തെ ആളാണല്ലേ. അതിനൊക്കെ വഴിയുണ്ട്.
ഇജ്ജ് നോക്കിക്കോ. മുതലാളി, എന്താ നിങ്ങളെ പുതിയ ഐഡിയ? ഫലിക്കുമോ? എന്ത് ഫലിക്കായി? എല്ലാം ഫലിക്കും. ഷമ്മാസിനെ കൊടുക്കുവാനുള്ള പുതിയ ഗൂഢാലോചനകൾ അതാ മജീദും ഹുസൈനാജിയും കൂടി നടത്തുന്നു. ഹുസൈനാജിയുടെ കെണിയിലൊന്നും പെടാതെ നല്ല രീതിയിൽ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും നിക്കാഹ് കഴിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാഹ്. അടുത്ത ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.